ഹായ്, ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ചെക്ക അവിടെ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ചെക്ക എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്നുണ്ട്. നമ്മൾ പണ്ടത്തെ ആചാരങ്ങളാണല്ലോ അങ്ങനെ ദക്ഷിണ കൊടുക്കുക. അവർ ചെക്കന് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. കഴിച്ചതിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പം മുണ്ടും സാരിയും ഒക്കെ നമ്മൾ കൊടുക്കില്ല നമ്മളെ ബന്ധുക്കൾക്ക്. ഇപ്പോഴത്തെ കല്യാണങ്ങൾക്കൊന്നും മിക്കതും അങ്ങനെ കാണലില്ല. അങ്ങനെ കാരണന്മാർക്കൊക്കെ ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കല്യാണച്ചക്കൻ ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങളിതാ വണ്ടിയിൽ കയറി. പെണ്ണിൻ്റെ വീട് നമ്മുടെ പട്ടാമ്പി വെള്ളപ്പുഴ ചൂരക്കോടാണ്. അപ്പോൾ ബസ്സാണ്. അപ്പോൾ 2-3-4 വണ്ടികളുണ്ടായിരുന്നു. ഒരു ബസ്സിൽ ഞങ്ങൾ കയറി. വണ്ടി കയറിയപ്പോൾ തന്നെ ആമിക്കുട്ടി ഉറങ്ങി. അങ്ങനെ പെണ്ണിൻ്റെ വീടല്ല, അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു താലികെട്ടുണ്ടായിരുന്നു. ചൂരക്കോട് ശിവൻ്റെ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. പാടത്തിന് നടുവിലൊരു ചെറിയൊരു അമ്പലം. അങ്ങനെ താലി കെട്ടണമെന്ന് നേരം പോലെ കാണാൻ പറ്റിയിട്ടില്ല. നല്ല ആൾക്കാരുള്ള കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ നേരം പറ്റിയിട്ടില്ല. അപ്പോൾ താലികെട്ട് കഴിഞ്ഞു എന്നുള്ളത് എല്ലാവരും കൈയടിക്കുമ്പോഴാണ് ഞങ്ങൾ അറിയണത്. ഞങ്ങളിതാ ചെക്കനും പെണ്ണൊക്കെ താലി കെട്ടി. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനും കുട്ടി ഇങ്ങനെ താലിക്കെട്ട് കഴിഞ്ഞപ്പോൾ വണ്ടി കയറി ഇങ്ങനെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം കേട്ടോ. അപ്പോൾ ഓഡിറ്റോറിയത്തിലെത്തി. ചെക്കനും പെണ്ണൊക്കെ വന്ന് ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ ബന്ധുക്കളും വീട്ടുകാരൊക്കെ വന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ആമിക്കുട്ടിയാണെങ്കിൽ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല. അപ്പോൾ അവിടെ കസാരയിലൊക്കെ പിടിച്ചിരുത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുപ്പ് നമുക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലിതാ ബിരിയാണി. ഒക്കെ ആയിട്ട് പെണ്ണ് വീട്ടിലേക്ക് വലതുകാലിച്ച് കയറുകയാണ്. അപ്പോൾ ചെക്കൻ്റെ അമ്മയാണ് നിലവിളക്ക് കൊടുത്തിട്ട് പെണ്ണിനെ അകത്തേക്ക് വിളിച്ച് കയറ്റണത്. അങ്ങനെ ചെക്കനും പെണ്ണും കൂടിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. പിന്നെ വൈകുന്നേരം റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണാനൊന്നും ഞങ്ങൾ നിന്നില്ലേ. അപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് ഞങ്ങളങ്ങനെ വീട്ടുകാരുടെ അടുത്ത് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് എല്ലാവരും കണ്ട് ലൈക്ക് അടിച്ച് പോണേ. അങ്ങനെ പെണ്ണ് വലതുകാല് വെച്ച് വീട്ടിലേക്ക് കിടക്കുകയാണ്.